കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന പ്രകാശൻ ജയിലിലേക്ക് വന്ന സമയത്ത് മനോഹരനെ കാണുന്നുണ്ട്. മനോഹർ പിന്നീട് പ്രകാശനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവനെ ആ വിക്രത്തിനെ ഞാൻ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാണ്. അവന് ഞാൻ മുമ്പ് വാണിംഗ് കൊടുത്ത, ഇനി നീ പുറത്തിറങ്ങി ഈ കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ ഇല്ലാതാക്കുന്നൊക്കെ. പക്ഷെ അവൻ എൻ്റെ വാക്കുകളൊന്നും കേട്ടില്ല. എനിക്കറിയായിരുന്നു അവൻ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കിരൺ സാറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവനെ തീർത്ത് കളയുന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രകാശം പറഞ്ഞു, അവന് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു, പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും എൻ്റെ പെൺമക്കൾക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടു കൂടി ജീവിക്കണം. പിന്നെ ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ദുഷ്ടനും രാഹുൽ എന്ന് പറയുന്ന ബഗാസനും തീർന്നു കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. മനോഹർ പറഞ്ഞു, ഗംഗാപ്രസാദിനെ ഞാൻ ഇല്ലാതാക്കിയതിന്റെ പിന്നിലെ കാരണമൊക്കെ അങ്കിളിന് അറിയാലോ. അവന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പലരുടെയും ജീവൻ എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ടാ എനിക്കത് തോന്നിയത്. പക്ഷെ ഇതും കൊണ്ടൊന്നും ആയില്ല അങ്കളെ. സരയുണ്ടല്ലോ, അവൾക്ക് ചിലപ്പോൾ വൈരാഗ്യ ബുദ്ധി കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, അവൾക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്കളെ, അവളുടെ മാറ്റം. ഒരു പക്ഷേങ്കില് ഇപ്പോഴവള് മാറിയിട്ടുണ്ടായിരിക്കാം. കുഞ്ഞിനെ കൊണ്ട് കാണിച്ചോളാനൊക്കെ അവൾ സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ മോളെ കാണാൻ പോലുള്ള അനുമതി പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കില് അവളുടെ സ്വഭാവം ആയതുകൊണ്ട് നമുക്ക് അവളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കിരൺ സാറിനോടും അതുപോലെ കല്യാണി മാഡത്തിനോടൊക്കെ അവൾ നല്ല സ്നേഹത്തിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ പിന്നെ നിന്ന് കുത്തുന്നവളാ അവളെ ഒന്ന് സൂക്ഷിച്ചോളാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. പ്രകാശം പറഞ്ഞു, ഇപ്പൊ എനിക്കൊരു കാര്യത്തിലും പേടിയില്ല. ഇനി എൻ്റെ മക്കള് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന കാഴ്ച ഞാൻ കാണും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞു. ഇതിന്റെ പേരിൽ ഇനിയിപ്പൊ ഞാൻ എത്ര കാലം ജയിലിൽ കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. ഒരു നല്ല കാര്യം ചെയ്തിട്ട് അകത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അന്തസ്സൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ കാർത്തികയ്ക്കും കാദംബരിക്കും കല്യാണിക്കും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു പ്രകാശൻ ജയിലിൽ പോയി കിടക്കണേ. കാരണം തങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അച്ഛൻ ഈ ത്യാഗം ചെയ്തിരിക്കുന്നേ. പ്രകാശനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരച്ഛന്റെ സ്നേഹം എന്തെന്ന് അവർ അറിഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനൊരു ദുരിതം ഉണ്ടായിരിക്കുന്നത്. അവൻ എപ്പോഴാളും മരിക്കേണ്ടവനാണ്. സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കില്ല. ഒരു കർമ്മങ്ങൾ പോലും ചെയ്യാത്തവനാണ് ഈ പറയുന്ന വിക്രം. അവന് കിട്ടേണ്ട ശിക്ഷ എന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് അച്ഛനായതുകൊണ്ട് മാത്രമുള്ള ഒരു സങ്കടമായിരുന്നു അവർക്ക്. വിഷമിച്ചിരിക്കുന്ന കല്യാണിന്റെ അടുത്തേക്ക് കിരൺ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല കല്യാണി, നമുക്ക് അച്ഛനെ പുറത്ത് ഇറക്കാം. എത്രയും പെട്ടെന്ന് തന്നെ അതിന് സാധിക്കുമെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ അച്ഛന് വയ്യാത്തല്ലേ കിരണേട്ടാ. എൻ്റെ അച്ഛൻ ജയിലിൽ കഴിയാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ എൻ്റെ ജീവനൊക്കെ ആപത്താന്ന് കണ്ടിട്ടല്ലേ അച്ഛൻ ഇങ്ങനൊരു ത്യാഗം ചെയ്തേ. വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവനെ പോലൊരു ദുഷ്ടനെ ഞാൻ കൊന്നിട്ട് അകത്ത് പോയി കിടക്കുവാണല്ലോ, പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് കല്യാണി, നവീനെയാണ് നമ്മൾ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും റിമാൻഡ് കഴിയല്ലേ അച്ഛൻ. റിമാൻഡ് കാലാവധി കീഴ്ന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കും. കാരണം ഈ പറയുന്ന വിക്രത്തിനെ കുറിച്ചുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. അവൻ എത്ര ക്രൂരനാന്നും അറിയാം. അപ്പൊ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അവൻ ചെയ്തേ. പിന്നെ നവീൻ അത് വേണ്ടതുപോലെ തന്നെ ബാധിച്ചോളും. അവനൊരു ദുഷ്ടനായതുകൊണ്ട് ചില സാഹചര്യ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും തെളിവുകളുടെയൊക്കെ അഭാവത്തിൽ ഉറപ്പായിട്ടും നിന്റെ അച്ഛനെ വെറുതെ വിടും. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അച്ഛന് ജയിലിൽ കിടക്കേണ്ട വരില്ല എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല കിരണേട്ടാ. അച്ഛൻ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെ സ്വസ്ഥത സമാധാനത്തോടെ കഴിയുമെന്ന് ചോദിച്ചു. അങ്ങനെ പതിവ് പോലെ തന്നെ കിരണ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്, കമ്പനിയിലേക്ക് ചെല്ലുന്നുണ്ട്. സരയു വന്നിട്ടുണ്ടായിരുന്നു. സരയുവിന് ഭയങ്കര പ്രതീക്ഷ. ഇനിയിപ്പം ആകെപ്പാടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കല്യാണി കമ്പനിയിലേക്ക് തിരികെ വരണം. എങ്കിൽ മാത്രമേ തനിക്ക് അവളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവളെ താൻ തന്നെ ഇല്ലാതാക്കണം, അല്ലാതെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലാതായല്ലോ. പിന്നീട് സരയും കിരണും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. കല്യാണിന്റെ കാര്യത്തിലും കാർത്തികയുടെ കാര്യത്തിലൊക്കെ ദുഷ്ടന്മാരൊക്കെ അങ്ങനെ മുകളിലേക്ക് പോയല്ലോ, ശത്രുക്കളൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയം സരയും മനസ്സിൽ പറഞ്ഞു, ഇല്ലട കിരണേ, ശത്രുക്കളൊന്നും തീർന്നിട്ടില്ല. മെയിനായിട്ടുള്ള ശത്രു ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാത്തോണ്ടാ കല്യാണിയെ ഇല്ലാതാക്കാനുള്ള ശത്രു നിന്റെ കൺമുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് സരയു മനസ്സിൽ പറയണം. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, എന്താ സരയു നീ ആലോചിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല കിരണേന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കായിരുന്നു ആ വിക്രത്തെക്കുറിച്ച്. അവൻ അത്ര ദുഷ്ടനായിരുന്നല്ലേ. അവന് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടിയിരിക്കുന്നേ. അല്ലായിരുന്നെങ്കിൽ കല്യാണിയുടെ ഒക്കെ ജീവൻ ആപത്തല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, കല്യാണിയുടെ ജീവനത്തെ ആപത്തായിരുന്നു. ഇനി അവൻ പോയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും സരയു പറഞ്ഞു, അല്ല
കല്യാണിക്ക് അത്യാവശ്യം ഭേദമായില്ലെന്ന് ചോദിച്ചു. കുഴപ്പമില്ലാതെ വരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ ഇരുത്തേണ്ട കാര്യമുണ്ടോ? കല്യാണിയെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അവള് വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കാത്ത. ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയും ഒന്നും സമ്മതിക്കുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് അവൾ ഇവിടെ വന്നാലും അടങ്ങിയിരിക്കില്ല. സൈറ്റിൽ കൂടെയൊക്കെ പോകണമെന്ന് പറയും. അപ്പം അത് ബുദ്ധിമുട്ടാ. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. സരിയ പറഞ്ഞു, വീട്ടിൽ ഇരിക്കും തോറും കല്യാണിക്ക് മുഷിപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ കമ്പനിയിലേക്ക് വരട്ടെ. അവൾക്കൊരു ആശ്വാസമായിരിക്കും. വീട്ടിൽ തന്നെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, നോക്കണം. അങ്ങനെയാണെങ്കിൽ അവളോടൊന്ന് പറഞ്ഞു നോക്കണം. അവൾക്ക് പൂർണ്ണ സമ്മതം. എപ്പോൾ വേണം വരാന്. ഇപ്പം വിളിച്ചാൽ ഇപ്പോഴാണെങ്കിലും അവൾ വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ ഇരിക്കുന്ന അവൾക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. സരുവിൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൾ കമ്പനിയിലേക്ക് വന്നാൽ അവളെ തീർക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് സരു ശാരിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശാരിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് സരിയ പറഞ്ഞു, ഇത്തവണ അവൾ വഴുതിപ്പോയി കല്യാണി എന്ന് പറയുന്നവള്. പക്ഷെ അവളെ വെറുതെ വിടാൻ പോകുന്നില്ലമ്മേ ഞാൻ. എൻ്റെ ജീവിതത്തിലേക്ക് കിരണം വരണമെങ്കിൽ അവൾ തീരണം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, മോളെ അത് വേണോ? റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, അറിയാലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയല്ലെന്ന് മാത്രം. എൻ്റെ സ്വന്തം പെറ്റമ്മയോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കല്യാണിയോട് ഇച്ചിരി സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സിമ്പതിയും വെച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മകളായിട്ട് ഞാൻ അവരോടൊപ്പം ഇല്ലായിരിക്കുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, മോളെ എങ്ങാനും കിരൺ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്ത് അതിന് കിരൺ എവിടെ നിന്ന് അറിയാനമ്മേ? കല്യാണിയുടെ കാര്യം ഞാൻ അങ്ങോട്ട് തീർക്കും. കല്യാണിയെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനും കിരണും നല്ല സന്തോഷമായിട്ട് ജീവിതമായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത്. ആ മനോഹർ പിന്നെ അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവനിനി ഇപ്പം എത്ര കാലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തു വരാനായിട്ടാ. അവൻ പുറത്തു വരാനൊന്നും പോകുന്നൊന്നുമില്ല. എൻ്റെ മോൾക്കും കിരണും ഒക്കെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുക തന്നെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സരി തീരുമാനിച്ചു കഴിഞ്ഞെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നീട് കിരൺ നവീനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. നവീനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രകാശിന്റെ ജാമ്യത്തെക്കുറിച്ചൊക്കെ. നവീൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ പ്രകാശാണ് നമുക്ക് പുറത്ത് ഇറക്കാന്ന് പറഞ്ഞു. കാരണം ഈ ഒരു കേസിൽ അതേ സാക്ഷികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പം പ്രകാശേടൻ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് ഇത്രയും പ്രശ്നം അല്ലായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കള്ളത്തരമൊക്കെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ശരി തന്നെയാ. പക്ഷെ അച്ഛൻ്റെ എടുത്തയാട്ടം, അച്ഛനെന്തോ അവനെ കൊന്നെന്ന് ലോകത്തോട് വിളിച്ചു പറയണം തന്നെ ഉണ്ടായിരുന്നു തോന്നേ. കാരണം അച്ഛൻ്റെ ഒരു വാശിയും കൂടെ ആയിരുന്നു തോന്നുന്നത്. നവീൻ പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷെ എങ്ങനെയെങ്കിലും നൈസായിട്ട് ഊരി പോരാൻ പറ്റുന്നൊരു കേസായിരുന്നത്. ആ കുറ്റം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. സാരമില്ല, ഇനി നമുക്ക് എന്താണെങ്കിലും റിമാൻഡ് കാലാവധി കഴിയുന്ന സമയത്ത് ജാമ്യത്തിലെടുക്കാൻ സാധിക്കുമെന്നൊക്കെ നവീൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരണിനൊരു സമാധാനമായത്. കാരണം കല്യാണിയൊക്കെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു പ്രകാശിന്റെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛനൊരു കാരണവശാലും ജയിലിൽ കിടക്കലെന്ന് തന്നെ കിരൺ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.